മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അലീനയും മനുവും ഒന്നിക്കണമെന്ന എല്ലാവരുടെയും ആഗ്രഹം അതേപോലെ തന്നെ മനുവിൻ്റെ മനസ്സിലുമുണ്ട്. എന്നാൽ മറ്റൊരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ അലീന മനുവിനെ അകറ്റി തന്നെ നിർത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും രേവതിക്കുട്ടിയും ബബിതയും കൃഷ്ണമോളും ഒക്കെ ഇടപെട്ട് ഇവർക്കിടയിലുള്ള ആ ഒരു അകൽച്ച അങ്ങില്ലാതാക്കി രണ്ടുപേരും സംസാരിച്ച് ഒരു തീരുമാനമെടുത്തു. ഇനി വീട്ടുകാർ നമ്മുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം ഞാനും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുള്ളൂ എന്ന മനുവിൻ്റെ വാക്ക് അലീന വിശ്വസിക്കുകയാണ്. എന്നാൽ കമലയും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി തീർന്നപ്പോഴും കമലയുടെ മനസ്സ് മുഴുവനും അലീന വൈജയുടെ മകളാണല്ലോ എന്ന സത്യം മനസ്സിലിങ്ങനെ തേട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വൈജയെ വിളിച്ച് തൻ്റെ വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞെങ്കിലും ഒരു തരത്തിലും മനസമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല കമലയ്ക്ക്. കമല മനസ്സുകൊണ്ട് ഓർക്കുകയാണ്, എന്തൊക്കെയായിരുന്നു കുടുംബക്കാരുടെ ഒരു പൊക്കം. തൻ്റെ ഒരു സഹോദരി, വിദ്യാഭ്യാസ സമ്പന്ന, കൈനിറയെ ശമ്പളം, കൈനിറയെ ഒരു മകളും കൂടി ആദ്യമേ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആങ്ങളമാരെല്ലാവരും മറന്നിരിക്കുകയായിരുന്നു. ആ ബാലചന്ദ്രനായിട്ട് അത് കുത്തിപ്പൊക്കി കൊണ്ടുവരികയും ചെയ്തു. ബാലചന്ദ്രൻ എന്തിനാ പറയുന്നത്? ഇവരുടെ അച്ഛനാൾ മോശമാണോ? മരിക്കാൻ കാലത്ത് തൻ്റെ മകൾക്കിട്ടൊരു കൊട്ടും കൊടുത്തല്ലേ പോയത്. കൊള്ളാം ദൈവത്തിൻ്റെ ഒരേ കളികളെ എന്നെല്ലാം സ്വയം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. തൻ്റെ മകൻ ജയിലിലാണെന്നും അതിൻ്റെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ഒക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് പുള്ളിക്കാരി മറന്നിരിക്കുകയാണ്. ഇപ്പോൾ വൈജയെക്കുറിച്ചാണ് ചിന്ത മുഴുവനും. പെട്ടെന്ന് കമലയുടെ മനസ്സിൽ തോന്നാണ്, എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഇരുന്നിട്ട് എന്ത് കാര്യം? അവിടെ അമ്മ ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ടാവോ? അതോ അമ്മയെ ഇനി ഇവർ മറച്ചു വെച്ചിരിക്കുകയായിരിക്കുമോ? അമ്മയ്ക്കിപ്പോഴും അലീന വേലക്കാരി തന്നെ ആയിരിക്കുമോ? ഇങ്ങനെയുള്ള ഒരേ ചിന്തകൾ കമലയുടെ ദുഷ്ടമനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കമല സ്വയം ചിന്തിക്കുന്നുണ്ട്, എന്താ ചെയ്യുക? ഫോൺ വിളിച്ച് പറയുമ്പോൾ അതത്ര സുഖം ഉണ്ടാവില്ല. പക്ഷേ അവിടേക്ക് പോവാനാണെങ്കിൽ വൈജ വലിയ പ്രശ്നമില്ല. ബാലചന്ദ്രൻ എന്നെ കാണുമ്പോഴേക്കും മിക്കവാറും ചൂലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം എന്താ അതിനൊരു വഴി? എന്ത് വഴി? ബാലചന്ദ്രൻ രാവിലെ പോയാൽ പിന്നെ രാത്രിയല്ലേ കയറി വരത്തുള്ളൂ. അതിനിടയിൽ ചെല്ലണം. പിന്നെ കാന്താരികളും തീരെ മോശമല്ല. അവളുകൾക്കിപ്പോൾ അവളുടെ ചേച്ചിയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ വല്ലാത്തൊരു ഭാവം. എന്തായിരുന്നു അന്ന് ഞാൻ ചെന്നൊന്ന് സംസാരിച്ചപ്പോഴേക്കും, ഞങ്ങളുടെ ചേച്ചിനെ പറയാൻ നിങ്ങൾക്കൊന്നും ഒരു അവകാശവും ഇല്ല, ഇവിടെ നിറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. ദൈവമേ, ഇങ്ങനെ ഉണ്ടാവുമോ? എന്നാലും നാണില്ലാത്തൊരു മക്കൾ. അമ്മയുടെ വിവാഹത്തിന് മുമ്പ് ഏതോ ഒരാളിലുണ്ടായ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ അവരൊക്കെ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, കൊള്ളാം. എന്തായാലും എനിക്കൊന്ന് അവിടം വരെ പോവാൻ എന്താണ് ഒരു വഴിയെന്നൊന്ന് ആലോചിക്കട്ടെ. ബാലചന്ദ്രനും ആ കുട്ടിക്കുരിപ്പുകളും കൂടി അവിടെ നിന്ന് പോയി കിട്ടണം. അലീനയും വൈജയും കുഴപ്പമില്ല, എൻ്റെ അടുത്തേക്ക് അങ്ങനെ വലിയ വാലും പൊക്കി വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അവർ പോയി കിട്ടണം എന്നൊക്കെ കമൽ ഇങ്ങനെ സ്വയം ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ശിവൻ കുറച്ച് സമയമായി കമലയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പെട്ടെന്നാണ് എടി കമലേ എന്ന ശിവൻ്റെ വിളി കേട്ട് കമല ഞെട്ടി ഉണരുന്നത്. എന്താ മനുഷ്യന്മാരെ പേടിപ്പിക്കാനായിട്ട്? നീ ആരോടാടി ഈ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതും തലയാട്ടുന്നതും കൈകൊണ്ട് തിരിക്കുന്നതൊക്കെ? നിനക്ക് തലക്ക് പ്രാന്ത് തന്നെ ആയോ? ആ ശരണ്യയുടെ നാട്ടുകാർ തലക്കിട്ട് നല്ല കൊട്ടാണല്ലോ അന്ന് തന്നത്. പിരി മൊത്തം ഇളകിയോ നിൻ്റെ? മനുഷ്യ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നേരെ ചൊവ്വേ പറഞ്ഞോളണം. എനിക്കല്ല പ്രാന്തായിരിക്കണമെന്നേ ഞാൻ പറയുന്നില്ല. നീ എന്നതാടി ഈ കിടന്ന് കഥകളി കളിക്കുന്നതെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. ഒന്നുമില്ല, എനിക്കേ അമ്മയെ ഒന്ന് കാണാൻ പോകണമായിരുന്നു, അതിനെക്കുറിച്ച് ആലോചിച്ചതാ. നിൻ്റെ അമ്മയെ കാണാൻ പോവാൻ നീ ഇവിടെ നിന്ന് ആരുടെയെങ്കിലും അനുവാദം മേടിച്ചിട്ടാണ് പോവാറ്? എൻ്റെ അമ്മയെ കാണുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അമ്മയെ കാണാനാ. ഞങ്ങളുടെ അമ്മയെ കാണാനോ? ഇന്ന് കാക്ക മലന്നും തിരിഞ്ഞുമൊക്കെ പറക്കുമല്ലോ.
ഞങ്ങളുടെ അമ്മനെ കാണാൻ ഇപ്പം എന്താ നിനക്ക് രാവിലെ തന്നെ ഇത്ര വല്ലാത്ത പൂതി? എന്ത് പൂതി? ഇവിടുന്ന് പോയിട്ട് കുറേ കാലമായില്ലേ, ഒന്ന് പോയി കാണുന്നത് നല്ലതല്ലേ? അവിടെ പരമസുഖമാണോ എന്നൊക്കെ ഒന്നറിയാലോ. ഇതിനിടയ്ക്ക് നീ എത്ര പോക്ക് അവിടം വരെയും പോയി കമലെ? എത്ര പ്രാവശ്യം എന്നിട്ട് നീ ആ മുറിയിൽ കയറി അമ്മയെ കണ്ടു? അതും കൂടി ഒന്ന് കേൾക്കട്ടെ. അതുകൊണ്ട് തന്നെയാ പോകാൻ നിൽക്കുന്നത്. എന്ത് പോകാൻ നിൽക്കുന്നതെന്ന്? മനുഷ്യ, ഞാൻ അവിടെ അന്ന് പോയതൊക്കെ വിരുന്നുണ്ണാനൊന്നും അല്ലല്ലോ, ഒരേ അത്യാവശ്യ കാര്യങ്ങൾ വന്നപ്പോൾ പോയതല്ലേ. അപ്പോൾ നിങ്ങളുടെ നമ്മുടെ സുഖവിവരം തിരക്കാനാ എനിക്ക് നേരം? അങ്ങനെ അവിടെ ഒരാളുള്ളത് തന്നെ ഞാൻ അപ്പോൾ ഓർത്തത് പോലുമില്ല. എന്നിട്ടാ ഇപ്പോൾ സുഖവിവരം തിരക്കുന്ന കാര്യം. ഞാൻ എന്തായാലും ഇന്നൊന്ന് പോകുന്നുണ്ട്, അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങളുടെ അമ്മനെ കാണാനല്ലേ, പിന്നിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കമല ശിവൻ്റെ മുമ്പിൽ നിന്ന് സ്കൂട്ടാവാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ശിവൻ എന്തോ ഓർത്തെടുത്ത പോലെ ശിവൻ വിളിക്കുന്നുണ്ട്, കമലെ നീ അവിടെ ഒന്ന് നിന്നേ. കമല എന്തേ എന്ന ഭാവത്തിൽ ശിവനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്താ നിൻ്റെ ഉദ്ദേശം? എന്തിനാ നീ ഇന്ന് പോകുന്നത്? ഞാൻ അമ്മയെ കാണാൻ തന്നെയാണ്. അതല്ല ഞാൻ ചോദിച്ചത്. അവിടെ പോയിട്ട് വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കാനോ വൈജയുമായിട്ട് അലീനയുടെ പേര് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടാക്കാനാണോ നീ പോകുന്നത്? അല്ലല്ല, ഞാൻ അതിനൊന്നുമല്ല പോകുന്നത്. അമ്മയെ ഒന്ന് കാണണം, സംസാരിക്കണം. ഞാൻ പെട്ടെന്ന് പോരും. ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മിക്കവാറും അവിടെ കമൽ ഉണ്ടാവില്ലല്ലോ. അവളിപ്പോൾ ബാങ്കിലൊക്കെ പോയി തുടങ്ങി. ഓ, അപ്പം എല്ലാം മനസ്സിൽ കണക്കൂട്ടിയിട്ടാണ് പോകുന്നത്. അത് പിന്നെ പറയണ്ട. നിനക്ക് ബാലചന്ദ്രന് നല്ല പേടിയുണ്ടെന്നേ എനിക്കറിയാം. ബാലചന്ദ്രൻ്റെ വായിലിരിക്കണ വെറുതെ കേൾക്കാൻ നിൽക്കണ്ട. നീ അമ്മയെ പോയി കണ്ടില്ലെങ്കിലും ഇവിടെ ഒരാൾക്കും പരാതിയില്ല, അമ്മയ്ക്ക് തീരെ ഇല്ല. നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടേ അമ്മ അവിടെ കിടന്ന് കരയൊന്നുമല്ല. അതെനിക്കറിഞ്ഞൂടെ? ആ, അറിയാലോ. അപ്പം പിന്നെ ഒരു നിർബന്ധവും ഇല്ല എന്നാണ് ഞാനീ പറയുന്നത്. മനുഷ്യ, ഞാനൊന്ന് പോകുന്നേ ഉള്ളൂ. ഞാൻ ഒരാളോടും ഒരു തർക്കത്തിന് നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് അലീനോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്തുട്ടിനിപ്പോൾ അവളോട് ഞാൻ സംസാരിക്കാനുള്ളത്? ശരി, നീ എങ്ങനെയാ പോണത്? ഞാൻ കാറെടുത്ത് പോയിക്കോളാം. അങ്ങനെ ആവട്ടെ. കമല പെട്ടെന്ന് തന്നെ മുറിയിൽ കയറി തൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട്. ശിവനോട് പറയുന്നുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇങ്ങ് എത്തിയേക്കാം. നിങ്ങൾ എവിടെ പോകുന്നൊന്നുമില്ലല്ലോ? ആ, ഞാൻ പോണോ വരണോ എന്നൊക്കെ ഞാൻ പിന്നെ തീരുമാനിച്ചോളാം. ഞാനേ ഇവിടെ തന്നെ ഉണ്ടാവും, നീ പോവാൻ നോക്ക് എന്ന് ശിവനും പറയുകയാണ്. കമല പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ എത്തി കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കമല മനസ്സിൽ ചിന്തിച്ച പോലെ തന്നെ ബാലചന്ദ്രനും കുട്ടികളൊക്കെ അവരുടേതായ കാര്യങ്ങൾക്ക് പോയിരുന്നു. എന്നാൽ വൈജയും അലീനയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. വൈജ മുറിയിലായതുകൊണ്ട് തന്നെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ഡോറ് തുറക്കുന്നത് അലീനയാണ്. സത്യം പറഞ്ഞാൽ ഡോറ് തുറന്ന് പുറത്ത് നിൽക്കുന്ന ആളെ കണ്ട് അലീന ഒന്ന് ഞെട്ടി. ഇനിയിപ്പോൾ എന്തിനുള്ള അങ്കംവെട്ടിനാണാവോ ഈ വന്നിരിക്കുന്നതെന്ന് പാവത്തിൻ്റെ മനസ്സാകെ ചിന്തയിലായിപ്പോയി. പെട്ടെന്നായിപ്പോയി രണ്ടുപേരും മുഖാമുഖം നോക്കിയത്. കമലയ്ക്ക് അത്ര ശത്രുതയൊന്നും അലീനയോട് ആ സമയത്ത് തോന്നുകയോ കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും കമല അലീനയോട് കുറച്ച് രൂക്ഷമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അത് മുന്നേ അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആരുമില്ല ഇവിടെ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പം അലീന മുത്തശ്ശിയും മേഡവും അകത്തുണ്ടെന്ന് പറയുമ്പോൾ മേഡോ എന്ന് കമലയും ചോദിക്കുന്നുണ്ട്. അലീന അതിന് മറുപടിയായിട്ട് ഒന്നും പറഞ്ഞില്ല. അലീനയ്ക്ക് മുൻപത്തെ പോലെ കമലയുടെ മുഖത്ത് നോക്കി അങ്ങനെ ഒരു തർക്കുത്തരം പറയാനോ അല്ലെങ്കിൽ എടുത്തടിച്ച പോലെ മറുപടികൾ പറയാനോ ഒന്നും അവളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായില്ല. എന്തോ ഒരു കുറ്റബോധം അലീനയുടെ മനസ്സിൽ കമലയെ കാണുമ്പോൾ ഉണ്ടായിരുന്നു. കമലയ്ക്കും അവളോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ എങ്കിലും അവളോട് ഞാൻ അമ്മയെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മുറി ലക്ഷ്യമാക്കി കമല നടക്കുകയാണ്. കമല വന്ന ശബ്ദം അകത്ത് നിന്ന് മുറിയിൽ നിന്ന് തന്നെ വൈജ കേട്ടിരുന്നു. വൈജ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഫ്രണ്ടിലെ ഡോറടച്ച് കിച്ചണിലേക്ക് നടക്കുന്ന അലീനയെയാണ് കാണുന്നത്. അലീനയോട് ഒന്നും ചോദിക്കാനോട്ട് കഴിഞ്ഞതുമില്ല. പെട്ടെന്ന് അമ്മയുടെ മുറിയിലേക്ക് ആരോ പാസ് ചെയ്യുന്നതായിട്ട് വൈജയ്ക്ക് തോന്നുകയാണ്. വൈജ
അമ്മയുടെ മുറിയിലേക്ക് പതിയെ നടന്ന് ചെല്ലും തോറും അകത്ത് നിന്നും കമലയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അമ്മേ, ഇത് ഞാനാ, കമല. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് വലിയ സ്നേഹത്തോടു കൂടി അമ്മയോട് സംസാരിച്ചു തുടങ്ങുമായിരുന്നു കമല. മുത്തശ്ശിക്കാണെങ്കിൽ കമലയെ കണ്ട പാടെ ആ മുഖത്തെ തെളിച്ചൊക്കെ അങ്ങ് മങ്ങി. എനിക്കെന്താടി, കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇത്രയ്ക്ക് വിടർന്ന് പന്തലിച്ച് നിൽക്കുന്നേ, നിന്നെ കണ്ടിട്ട് മനസ്സിലാവാതിരിക്കാൻ. കമലയുടെ മനസ്സിൽ മുത്തശ്ശിയോട് ദേഷ്യം വന്നെങ്കിലും അതൊന്നും പുറമേ കാണിച്ചില്ല. കമല ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശിയുടെ കട്ടിലിനരികിലിട്ടിരുന്ന ചെയർ വലിച്ച് അതിലേക്കായിട്ട് ഇരുന്നു കമല. മുത്തശ്ശിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് പുറത്ത് വൈജയും നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണ് എടത്തി ഓടി വന്ന് അമ്മയുടെ മുറിയിൽ കയറിയിരിക്കുന്നതെന്ന് വൈജയ്ക്ക് മനസ്സിലാവാണ്. അപ്പോൾ വീണ്ടും കമല അമ്മയോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അമ്മ ചായയൊക്കെ കുടിച്ചായിരുന്നോ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതേ കൊല്ലപ്പള്ളി വീടല്ല, നെടുമ്പുരയ്ക്കലെ ബാലചന്ദ്രൻ്റെ വീടാണ്. ഇവിടെ നേരത്തിനും കാലത്തിനും ഭക്ഷണം തരാനൊക്കെ എനിക്കിവിടെ ആളുണ്ട്. അവിടെ പട്ടിക്ക് ഭക്ഷണം തരുന്ന പോലെ നേരവും കാലവും ഇല്ലാണ്ട് കൊണ്ടുവന്ന് വെച്ച് തരുന്ന പോലെ അല്ലല്ലോ. അവിടെയും കമലയ്ക്കിട്ടൊരു താങ്ങ് മുത്തശ്ശി കൊടുക്കുക തന്നെ ചെയ്തു. ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കമല. വീണ്ടും കമല ചോദിക്കുന്നുണ്ട്, അമ്മയുടെ മെഡിസിനൊക്കെ കഴിഞ്ഞായിരുന്നോ? ഇപ്പോൾ തെറാപ്പി വല്ലതും നടക്കുന്നുണ്ടോ അമ്മേ? മെഡിസിനൊക്കെ 1-2 ഇപ്പോഴും ബാലൻസ് ഉണ്ട്. തെറാപ്പി ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അലീന കൊച്ച് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നു പോകും എന്ന് മാത്രം. ഓ, അല്ലെങ്കിലും ഇനി തെറാപ്പിക്ക് പുറത്തുനിന്നൊന്നും ആളെ വിളിക്കണ്ടല്ലോ. സ്നേഹകരങ്ങളല്ലേ അരികത്തുള്ളത്, പ്രത്യേകിച്ച് കൊച്ചുമകളും. നിനക്ക് വല്ല തലക്ക് ഭ്രാന്തായോ കമലെ? നീ ഇരുന്ന് പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കമലയ്ക്ക് മനസ്സിലൊരു തോന്നൽ വരികയാണ്, അപ്പോൾ അമ്മയോട് ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ലേ എന്ന്. മുത്തശ്ശിയുടെ മനസ്സിലും ഒരു ഞെട്ടൽ വന്നിരുന്നു. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ ഇവളീ വന്നിരിക്കുന്നത്? ഇനി എൻ്റെ തലയിൽ കയറി നൃത്തം ചെയ്യാനാണോ ഇവള് വന്നിരിക്കുന്നതെന്നൊക്കെ മുത്തശ്ശിയുടെ മനസ്സിലും തോന്നുകയാണെങ്കിലും മുത്തശ്ശി അതൊന്നും തന്നെ കമലയുടെ മുൻപിൽ കാണിക്കുന്നില്ല. അതെന്താ അമ്മേ, എനിക്ക് ഭ്രാന്താണെന്നൊക്കെ അമ്മ പറയുന്നത്? അമ്മയ്ക്കൊന്നും അറിയാത്ത പോലെ എൻ്റെ മുമ്പിൽ അമ്മ വല്ലാണ്ട് നാടകമൊന്നും കളിക്കല്ലേട്ടാ. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. അമ്മയ്ക്കും അറിയാന്നേ, ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ഇവിടുത്തെ അലീന ഇവിടുത്തെ മകള് തന്നെയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ അറിയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മ അറിഞ്ഞില്ലേ ഇവിടെ നടന്ന കഥകളൊക്കെ? എന്ത് കഥകൾ? എന്നോടാരും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും കുടുംബത്തെ വലിയ വലിയ കഥകൾ അറിയേണ്ട പ്രായമൊക്കെ എൻ്റെ കഴിഞ്ഞു പോയില്ലേ. ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാൽ അത് കേൾക്കുമെന്ന് മാത്രം. ഞാനല്ലെങ്കിലും ഇനി മറ്റുള്ളവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ. നീ എന്താ ഈ അറിഞ്ഞോ പിടിച്ചോ എന്നൊക്കെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, എന്തായി ഹരിയുടെ കാര്യങ്ങളൊക്കെ? ഓ, അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും അതൊന്നും ചോദിക്കാൻ തോന്നിയല്ലോ. നീ കാര്യം പറ കമലേ, എന്തായിന്ന് പറ. എന്താവാനാ അമ്മേ? ഒന്നും ആയിട്ടില്ല. ആ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടുത്തെ രോഹിത്തിനെ മൊഴി മാറ്റി കൊടുത്ത പോലെ തന്നെ അവിടെ ഹരിക്കും അങ്ങനെ എന്തെങ്കിലും മൊഴിയിൽ വ്യത്യാസം വന്നാൽ മാത്രമാണ് ഇനി നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ച് അവൻ്റെ പേരിൽ മാത്രമല്ലേ സ്പെഷ്യൽ കേസുകളൊക്കെ അവർ ചാർത്തി വെച്ചിരിക്കുന്നത്. എങ്ങനെയായാലും അവൻ ഇതിൽ നിന്ന് ഊരി പോകരുതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും കൂടി അങ്ങനെയൊക്കെ കാട്ടി വെച്ചിരിക്കുന്നത്. അത് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിൻ്റെ മോനെ ആ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് 1-2 കൊല്ലം കൊണ്ടുനടന്നിരുന്നതല്ലേ. എന്നിട്ടല്ലേ അവൻ ഈ തെണ്ടിത്തരം മുഴുവൻ കാണിച്ചത്. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതിട്ട കമലേ. ഞാനേ ഒരമ്മായിയും ആ മരുമോളോട് പറയാൻ പാടില്ലാത്ത രീതിയിലൊക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോകും. നിനക്കതൊക്കെ കേട്ടിട്ടേ ചിലപ്പോൾ വിഷമവും തോന്നിയെന്നിരിക്കും. കാരണം എത്ര വന്നാലും പെറ്റ വയറിൻ്റെ നോവെന്താണെന്ന് നന്നായിട്ട് അറിയാൻ പറ്റും എനിക്ക്. അതെനിക്കും അറിയാം അമ്മേ. അമ്മയും ഇതിലും വലിയ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെന്ന്. കമൽ പറഞ്ഞു വരുന്നത് ഏതർത്ഥത്തിലേക്കാണെന്നും ഏത് വിഷയത്തിലേക്കാണെന്നും മുത്തശ്ശിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ പുറത്തു നിന്ന് ഇവരുടെ സംഭാഷണങ്ങൾ കേൾക്കുന്ന
വൈജയ്ക്കും. ഇതേ സമയത്താണ് കമലയ്ക്കുള്ള കോഫിയുമായിട്ട് അലീന അവിടേക്ക് കടന്നു വരുന്നത്. വൈജ നിൽക്കുന്നത് അലീന കാണുന്നുണ്ടെങ്കിലും അവൾ കാണാത്ത പോലെ തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. കമലയ്ക്ക് നേരെ കോഫി നീട്ടുന്നുണ്ട്. കമല അവളുടെ മുഖത്ത് നോക്കാതെ ആ കോഫി എടുക്കുന്നുണ്ട്. മുത്തശ്ശിയോട് അലീന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണോ എന്ന്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നും വേണ്ട മോളെ, മോള് പോയിക്കോ എന്ന്. അങ്ങനെ ആ കോഫിയും കൊടുത്ത് അലീന കിച്ചണിലേക്ക് തന്നെ പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവിടെ നിൽക്കുന്ന വൈജയെ അലീന കാണാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത്. വീണ്ടും കമല മുത്തശ്ശിയോട് ചോദിച്ചു തുടങ്ങുകയാണ്, എൻ്റെ പൊന്നാരമ്മേ, ഈ 10-23 വർഷം ഈ പെൺകുട്ടിയെ ഇതെങ്ങനെയാണ് അച്ഛൻ ഈ ഒളിപ്പിച്ച് കൊണ്ടു നടന്നിരുന്നത്? എന്നിട്ടാണെങ്കിലോ അച്ഛൻ ആ പോകുന്ന സമയത്ത് ആ പാവം കമലക്കിട്ട് നല്ല കൊട്ടും കൊടുത്തു. അല്ലമ്മേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ 10-23 വർഷം ആ പെൺകുട്ടിയെ അച്ഛനെ ഒളിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനായിരുന്നു ഈ അവസാന നിമിഷത്തിൽ അച്ഛൻ ആ പെൺകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടിട്ട് അച്ഛൻ ആ പോക്കങ്ങ് പോയത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒന്നും തന്നെ അവളോട് പറയാനുണ്ടായിരുന്നില്ല. വീണ്ടും കമല ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, കമലെ, നീ ഈ ചോദിച്ച ചോദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് ദിവസങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഞാനിത് ചോദിക്കേണ്ടത് ആരോടാണ്? എനിക്കിതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് നീ ഇപ്പോൾ എന്നോട് ഈ ചോദിക്കുന്നത്. നിങ്ങളൊക്കെ അറിഞ്ഞ പോലെ തന്നെ ഒരു കാര്യമാണ് ഞാനും അറിഞ്ഞത്. അത് എന്തുകൊണ്ടാണ് ഇത്രയും നാളും അവളെ ഒരു അനാഥയായി വളർത്തിയിട്ട് അച്ഛൻ ഇങ്ങനെ അവസാന നിമിഷത്തിൽ നമ്മുടെ കുടുംബത്തേക്ക് അവളെ കൊണ്ടുവന്നിട്ടതെന്ന് എനിക്കും അറിയില്ല. എനിക്കും എൻ്റെ മക്കൾക്കും സുഖമായി ജീവിക്കാനുള്ളത് മുഴുവനും അദ്ദേഹം സമ്പാദിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് ഒന്നിലും ഒരു കുറവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. ഒരു സ്നേഹത്തിലും ഒരു കുറവ് തന്നിട്ടില്ല. പിന്നെ എല്ലാവരെ പോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കുന്ന ഒരു ഭർത്താവായിരുന്നില്ല അദ്ദേഹം. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇവളുടെ ഈ കാര്യത്തിലും. ആദ്യം എനിക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രയിൽ കിടക്കുമ്പോൾ അവൾ കാണിച്ചു കൂട്ടിയതൊക്കെ ഇവിടെ കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് അറിയേണ്ടത്? അവളുടെ സഹോദരൻ്റെ അടുത്തേക്ക് അവളെ സുരക്ഷിതമായിട്ട് അവൾക്ക് നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയും അവിടെ സെറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അയച്ചതല്ലേ എവിടേക്ക്? പിന്നെ ഇവിടെ കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് അവൾ അവിടെ എങ്ങനെയാണെന്ന് അറിയുന്നത്? അവിടെ നിന്നും ഇവിടേക്ക് അവൾ വന്നതുപോലും അവൾ നിറവയറുമായിട്ടാണ്. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, അവൾ ഇവിടേക്കുമല്ല വന്നത്. അവളവിടെ അമ്മാവനെ ഏർപ്പാട് ചെയ്തൊരു വീട്ടിലേക്കാണ് വന്നത്. അവളെ നോക്കാനായിട്ട് അവിടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. എപ്പോഴോ ഇടയിലൊരു സമയത്ത് എന്നെ അവിടേക്കൊന്ന് കൊണ്ടുപോയി എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. നിനക്കും അറിയാവുന്നത് തന്നെയല്ലേ ആ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് നീ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതെ, അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ സംശയം. അല്ല, നീ ഇതൊക്കെ ഇപ്പം എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞ കഥ അത് അതിലും വലിയ കഥ തന്നെയാണ് അമ്മേ. വീട്ടിലെ എൻ്റെ മൂത്ത പുത്രന് ഇവിടുത്തെ വേലക്കാരിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവൾ ഇവിടുത്തെ വേലക്കാരിയല്ലേ. ഏതൊരമ്മയെപ്പോലെ ഞാനും എതിർത്തു. ഞാൻ ഇവിടെ വരികയും കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അമ്മ അറിഞ്ഞില്ലെന്ന് തന്നെ ഞാനും വിചാരിക്കുന്നു. ഞാൻ വൈജയോടും അലീനയോടും വൈജയോടൊപ്പമൊന്നും ഞാൻ സംസാരിച്ചില്ല. എനിക്ക് സംസാരിക്കേണ്ടത് അലീനയോടായിരുന്നല്ലോ. വലിയ വീട്ടിലെ പയ്യനെ വല വീശി പിടിക്കാൻ തന്നെയാണോ നീ വന്നതെന്നും പിന്നെ നമ്മളോടാരോടും ആരും ഒരു സത്യവും പറഞ്ഞിരുന്നില്ല. ബാലചന്ദ്രൻ്റെ മകളാണ്, ബാലചന്ദ്രൻ ഏതോ പെണ്ണിലുണ്ടായ കുട്ടിയാണ് എന്നൊക്കെയായിരുന്നു എല്ലാവരും നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത്. അതിന് ശേഷമല്ലേ പിന്നെ ഇങ്ങനത്തെ ഒരേ കഥകളൊക്കെ പൊന്തി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ കുടുംബത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു ബന്ധം എൻ്റെ മകന് ഞാൻ സമ്മതിക്കില്ലെന്ന്. അങ്ങനെ ഒരു വലിയ പ്രശ്നം തന്നെ നടന്നു. ഇവിടെ വന്ന് ഞാൻ സംസാരിച്ചതൊക്കെ മനുവും ശിവനൊക്കെ അപ്പം തന്നെ അറിഞ്ഞു. പിന്നെ അന്ന് ഞാൻ സംസാരിച്ചതും കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു. ബാലചന്ദ്രനോട് പറയാൻ പാടില്ലാത്ത രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു. ബാലചന്ദ്രൻ എന്നെ ഇവിടുന്ന് ആട്ടി ഇറക്കുന്ന പോലെ തന്നെയാണ് ഇറക്കി വിട്ടതും. അന്നത്തെ ദിവസം വീട്ടിൽ ചെന്നിട്ടും ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കി അമ്മേ. കാരണം ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ലല്ലോ ഇത്.
അപ്പോൾ ഞാനങ്ങനെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ശിവേട്ടന് സൈഗി കേട്ടപ്പോൾ ശിവേട്ടൻ്റെ വായിൽ നിന്ന് വീണ് പോയതാണത്. അവൻ എന്താ അപ്പം നിന്നോട് പറഞ്ഞത്? അലീന എല്ലാ അർത്ഥത്തിലും മനുവിൻ്റെ പെണ്ണ് തന്നെയാണെന്ന്, മനുവിന് അർഹതപ്പെട്ട പെൺകുട്ടിയാണെന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ അവൾ ഞങ്ങളുടെ ചോര തന്നെയാണെന്ന്. പിന്നെ എനിക്ക് കൂടുതൽ അറിയണമല്ലോ. അങ്ങനെ ഇപ്പോൾ അമ്മി പറഞ്ഞ പോലെ തന്നെ ശിവേട്ടൻ എന്നോട് എല്ലാ കഥകളും പറഞ്ഞു. വൈജയെ ഗംഗേട്ടനും മാലതിയടത്തിയും ആഗ്രയിലേക്ക് കൊണ്ടുപോയതും അവിടെ അവൾ വലിയൊരു സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഗംഗേട്ടൻ്റെ കൂട്ടുകാരനായിട്ട് റിലേഷൻ ആവുകയും അതിൽ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് നാട്ടിലേക്ക് പോരുകയും ഇവിടെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പ്രസവിക്കുകയും ഏതോ ഒരു ഓർഫനേജിൽ ഈ കുട്ടിയെ ഉപേക്ഷിച്ച കഥയും അതിനുശേഷം 1.5 കൊല്ലത്തിന് ശേഷം ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹം നടത്തിയ കഥയും എല്ലാം പറയേണ്ടി വന്നു. അങ്ങനെയാണ് ഞാനെല്ലാം അറിഞ്ഞത്. എൻ്റെ അതിശയം അതൊന്നുമല്ല അമ്മേ. ഇത്രയൊക്കെ നടന്നിട്ടും നിങ്ങളുടെ മകളീയ വൈജയ്ക്ക് എന്തെങ്കിലും ഒരു കുലുക്കുണ്ടായിരുന്നോ? ബാലചന്ദ്രൻ്റെ മകളാണ് ഈ വന്ന അലീന എന്ന് പറഞ്ഞപ്പോൾ പോലും അവൾക്ക് സ്വയം ചിന്തിക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനൊരു തെറ്റ് എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ടെന്നും ഇതൊക്കെ ക്ഷമിച്ചും പുറത്തും എനിക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ, പിന്നെ അവളെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈജയ്ക്കും ചെയ്യാമായിരുന്നു. അതിന് വൈജ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത്? അമ്മയും കണ്ടതല്ലേ. അമ്മയും മോശമൊന്നും ആയിരുന്നില്ല. ഇത്ര വലിയ തെറ്റ് മകളുടെ ഭാഗത്തുണ്ടായിട്ടും അമ്മ ഒരിക്കലെങ്കിലും അവളോട് അത് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നോ? നിൻ്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടില്ലേ, അതേ തെറ്റല്ലേ ബാലചന്ദ്രനും വന്നിട്ടുള്ളൂ എന്ന് അമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? എത്ര ദുഷ്ടയായിരുന്നാലും കമല ആ സംസാരിക്കുന്നതിലൊക്കെ വളരെ വ്യക്തമായ ഒരു സത്യമായ വാക്കുകൾ തന്നെയാണെന്ന് മുത്തശ്ശിക്കും തോന്നുകയാണ്. സംഭവം കമല വന്നിരിക്കുന്നത് കുത്തി മറ്റുള്ളവരെ നോവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കമല ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ സത്യം തന്നെയായിരുന്നു. പുറത്ത് നിൽക്കുന്ന വൈജയ്ക്ക് പോലും ആ തോന്നലുണ്ടായിരുന്നു. സത്യം തന്നെയാണ് കമലയെടുത്തി പറയുന്നത്. തൻ്റെ ഭാഗത്ത് നിന്നും ഇത്ര വലിയ തെറ്റുകൾ ഉണ്ടായിട്ടും ബാലചന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ തനിക്കതിൽ ക്ഷമിച്ച് മാറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. താൻ അതിന് ശ്രമിച്ചില്ലല്ലോ എന്ന ചിന്ത. വീണ്ടും കമല ഒരു സംശയത്തോടു കൂടി തന്നെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, അല്ല അമ്മ എങ്ങനെയാണ് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത്? തുടർക്കഥയുമായി മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.